സിനുജി, ജപ്പാനിൽ സുനാമി വരുമെന്നാണ് കേൾക്കുന്നത്. ജൂലൈ 5-നാണ് ഇപ്പോൾ വരുന്നതെന്ന് പ്രവചിച്ചിരിക്കുന്നത്. കൃത്യമായി പ്രവചനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള പ്രവചനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജൂലൈ 5 പുലർച്ചെ 4:30 അതായത് 4:18 കൃത്യമായ സമയം. ഈ സമയത്ത് ജപ്പാനിൽ രാക്ഷസ തിരമാലകളോടുകൂടിയ സുനാമി, അതുപോലെ തന്നെ വലിയ ഭൂകമ്പ സാധ്യത, ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അതായത് കടലിൻ്റെ അടിയിൽ നിന്ന് ലാവ, തിളച്ചു മറിയുന്ന ലാവ പുറത്തേക്ക് ഒഴുകി വരാം. അതല്ലെങ്കിൽ ജപ്പാനിലെ നഗരങ്ങൾ സമുദ്രത്തിനുള്ളിൽ മുങ്ങിപ്പോകുന്നത് പോലെയുള്ള വലിയ ദുരന്തമുണ്ടാകും. അപ്പോൾ ഇതൊക്കെ പ്രവചിച്ചിരിക്കുന്നത് റിയോ തത്സുഗി എന്ന് പറയുന്ന ഒരു ജപ്പാൻകാരിയാണ്. അപ്പോൾ ഇവരുടെ പ്രവചനത്തിന് എന്താണ് പ്രസക്തി എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. 2021 ലോകത്തെ ഭീതിപ്പെടുത്തുന്ന ഒരു വൈറസിന്റെ വ്യാപനം ഉണ്ടാകുമെന്ന് ഇവർ പ്രവചിച്ചിരുന്നു. അങ്ങനെയാണ് കോവിഡ് വൈറസ്, അന്ന് COVID-19 ഒക്കെ വന്നത്. അതുപോലെ തന്നെ ദോബയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് അവർ പ്രചരിച്ചു. അത് സംഭവിച്ചു. ഡയാന രാജകുമാരിയുടെ മരണം, 2011 സുനാമി, ഇതൊക്കെ ഇവർ പ്രവചിച്ചുവെന്നും അത് സത്യമായി വന്നുവെന്നുമാണ് ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിയോ തത്സുഗി ഇപ്പോൾ ഇത്തരം ഒരു പ്രവചനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇത് സംഭവിക്കുമെന്ന് ജപ്പാനിലെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കാണുന്ന സ്വപ്നങ്ങളെ ഇവർ ചിത്രങ്ങളായിട്ട്, അവരുടെ വരികളായിട്ടൊക്കെ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ഇത് ഒരു പുസ്തകമായിട്ട് അവർ പുറത്തിറക്കി. ഫ്യൂച്ചർ ഐസോ എന്ന പേരിലാണ് ഇവരുടെ ഈ പ്രവചന സ്വഭാവമുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകം പുറത്തിറങ്ങിയത്. ഇവർ പറയുന്നത് ഇവർ കണ്ട 15 സ്വപ്നങ്ങളിൽ 13 എണ്ണവും സംഭവിച്ചു, യാഥാർത്ഥ്യമായി. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഈ പറയുന്ന ജൂലൈ 5 പുലർച്ചെ 4:18 വലിയ സുനാമി ഉണ്ടാകും. ജപ്പാൻ എന്ന് പറയുന്ന നഗരത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. അപ്പോൾ ഇവരെ ഇപ്പോൾ ജപ്പാനിലെ ബാബ വെങ്ക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബാബ വെങ്ക എന്ന് പറഞ്ഞാൽ ബൾഗേറിയയിലുള്ള 70 വയസ്സുള്ള അന്ധയായ ഒരു സ്ത്രീ. അവരൊരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന, അല്ലെങ്കിൽ ഒരു മന്ത്രവാദിനി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സ്ത്രീയാണ്. ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം ലോക മഹായുദ്ധം നടന്നു, അതുപോലെ തന്നെ ബോറിസ് മൂന്നാമൻ്റെ മരണം സംഭവിച്ചു, അതുപോലെ തന്നെ ചെർണോബിൽ ആണവ ദുരന്തമുണ്ടായി. ഇതൊക്കെ ഇവർ പ്രവചിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇതിനൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല. ഇവിടെയും സംഭവിക്കുന്ന ഇതാണ്, റിയോ തത്സുഗി ഇത്തരത്തിൽ ഭീകരമായ ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇതിന് യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്നാണ് ജാപ്പനീസ് ഭരണകൂടം നിലപാടെടുക്കുന്നത്. അപ്പം ജനങ്ങൾ ആശങ്കാകുലരാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, ജപ്പാനിൽ ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി. അതായത് തോഗാര എന്ന് പറയുന്ന ഒരു ദ്വീപ സമൂഹമുണ്ട്. അവിടെ 2 ആഴ്ചക്കിടയിൽ പകലും രാത്രിയിലുമായിട്ട് ഏതാണ്ട് 875 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. അതിൽ തന്നെ റിക്ടർ സ്കെയിലിൽ 5.5 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. സ്വാഭാവികമായും അവിടെയുള്ള ജനങ്ങൾക്ക് പേടിയുണ്ടാകും. അപ്പോൾ അവിടെയുള്ള കഗോഷിമ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ജനവാസ ഉള്ള ഒരു ദ്വീപസമൂഹം, അവിടെയുള്ള 89ഓളം കുടുംബങ്ങൾ, അവർ ഭയങ്കര ആശങ്കയിലാണ്. തൊട്ടടുത്തുള്ള യഗുഷിമ, അവാമി, ഒഷിമ തുടങ്ങിയ ദ്വീപുകളിലും ഈ ഭൂകമ്പത്തിന് സമാനമായ സാധ്യതയുണ്ടായി. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് കടലിൻ്റെ അടിയിലെ ഭൗമാന്തർ ഭാഗത്ത് വലിയ സ്ഫോടനം ഉണ്ടാകാം. എന്നിട്ട് ഈ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ ലാവ പുറത്തേക്ക് വരുന്നത്, ആ രീതിയിൽ ലാവ പുറത്തേക്ക് വരാം. ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. അപ്പോൾ കടൽ തിളച്ചു മറിയണം എന്നിവർ പറയണമെങ്കിൽ അവിടെ സുനാമി ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അതുപോലെ തന്നെ വലിയ ഭൂകമ്പത്തിന്റെ സൂചന ഉണ്ടാകും. കടൽ വെന്തുരുകി പുറത്തേക്ക് വന്നാൽ വലിയ തോതിലുള്ള ജനങ്ങൾക്ക്, ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് സുനാമി വന്നപ്പോൾ നമുക്ക് യാതൊരു മുൻകരുതലും ഇല്ല, ഇങ്ങനെ ഒരു സാധനം വരുമെന്ന് അറിയില്ലല്ലോ. അതെ അതെ. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിക്കോഷൻസ് അവരെടുക്കുന്നുണ്ടോ? അതാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ റിയോ തത്സുഗി പറയുന്നത് താൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ 2011 വലിയ സുനാമി അവിടെ ഉണ്ടാകുന്നു. ഇതിൽ ഭൂകമ്പം ഉണ്ടായി. ഏതാണ്ട് 16,000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കണക്ക്. അങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് 1999 ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തിയിരുന്നു. ഒരു പക്ഷേ 2011 ശേഷം ഈ പുസ്തകത്തിലെ വിവരങ്ങൾ ജപ്പാൻകാരും ചൈനക്കാരും തായ്ലൻഡുകാരും ഒക്കെ ഇത് ചർച്ച ചെയ്തു. അങ്ങനെ 2011 ശേഷം ഈ പുസ്തകത്തിൻ്റെ 9 ലക്ഷം കോപ്പികൾ വിറ്റഴിച്ചു പോയി. അപ്പോൾ എത്രത്തോളം വലിയൊരു സ്വീകാര്യത ഈ ബുക്കിന് കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ജപ്പാൻ ഭരണകൂടം അപ്പോഴും പറയുന്നു ഇതിനൊന്നും ഒരു ശാസ്ത്രീയ അടിത്തറയില്ല, ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇവരെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ പറയുന്നതാണ്. പക്ഷേ ജപ്പാനിലെ ജനങ്ങൾ ആശങ്കാകുലരാണ്. കാരണം ജപ്പാൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന, പ്രകൃതിയിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ലോകത്ത് മൊത്തം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളുടെ 18% ഉണ്ടാകുന്നത് ജപ്പാനിലാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഭൗമപാളികൾ തെന്നി മാറുകയോ കൂടിച്ചേരുകയോ ചെയ്യുന്ന സ്ഥലത്താണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരമൊരു ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു വർഷം ചെറുതും വലുതുമായിട്ടുള്ള 1500 ഭൂകമ്പങ്ങൾ ജപ്പാനിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പം നിലവിൽ ഈ പറയുന്ന റിയോ തത്സുഗിയുടെ ഈ പ്രവചനം വന്നതോടുകൂടി അവിടുത്തെ ടൂറിസം മേഖല, ഹോട്ടൽ വ്യവസായം എല്ലാം തകരാറിലായി. കാരണം ജപ്പാനും ചൈനയ്ക്കും ഇടയ്ക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾ മുഴുവൻ യാത്ര റദ്ദാക്കി. വിമാന സർവീസുകൾ റദ്ദാക്കുന്നു. ഹോട്ടലുകളിലെ ബുക്കിംഗ് തീരുന്നു. അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നവർ അതിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ
അവിടേക്ക് എത്താതെ ആളുകൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നടങ്കം ജപ്പാൻ ജനത ഭയാശങ്കരായി. അപ്പോൾ 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഫാക്ടറിയിൽ പോകുന്ന ആളുകൾ നിർത്തി, ഓഫീസിൽ പോകുന്നില്ല, കമ്പനികളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നു. അപ്പോൾ ജപ്പാൻ്റെയും ചൈനയുടെയും തൈവാൻ്റെയും ഒക്കെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകർക്കുന്ന രീതിയിലാണ് റിയോ തത്സുമി എന്ന് പറയുന്ന ഇവരുടെ ഈ പ്രവചനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത പ്രവചനം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുമ്പോഴും ലോകാവസാനം ആരംഭിക്കുന്നു, അല്ലെ ലോകാവസാനം ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് വൻ നഗരങ്ങളിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായത് ഈ സമ്പദ് വ്യവസ്ഥയെ, ടൂറിസത്തെയൊക്കെ തളർത്തുന്ന ഈ പ്രവചനം വന്നതോടുകൂടി ജപ്പാൻ ഭരണകൂടം രംഗത്തെത്തുകയും ജനങ്ങൾ പാനിക്കാകരുതെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സുനാമി മുന്നറിയിപ്പ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജപ്പാൻ ജനത എപ്പോഴും പരിഭ്രാന്തരാകും. ഇതിന് മറ്റൊരു കാരണം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ചൈനയിൽ വലിയ വെള്ളപ്പൊക്കമാണ്. കഴിഞ്ഞ ഒരു 10 ദിവസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറൻ ചൈനീസ് മേഖല വെള്ളപ്പൊക്കത്തിലായിട്ട് മുങ്ങിപ്പോയി. വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നു, കെട്ടിടങ്ങളിൽ ഉള്ളിലേക്ക് വെള്ളം കയറുന്നു. അവിടെ വലിയ ദുരന്തമുണ്ടായപ്പോൾ ഈ പറയുന്ന റിയോ തത്സുഗിയുടെ പ്രവചനവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു. കാരണം അവർ പറയുന്നതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ചൈനീസ് ഭരണകൂടം പറയുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ 40,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇത് ആദ്യമായി ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രകൃതി ദുരന്തത്തിൻ്റെ സൂചനയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ വിലയിരുത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ്. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇൻ്റർനെറ്റിൽ ഇതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടത്തുന്നു. ഇപ്പം റിയോ തത്സുഗി എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗ് വരുന്നു. അതുപോലെ തന്നെ വലിയൊരു ഭൂകമ്പം, സുനാമി വരുന്നു എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗിൽ വലിയ ചർച്ച നടക്കുന്നു. അപ്പോൾ ചർച്ചകൾ ഇങ്ങനെ വലിയ രീതിയിൽ പോവുകയാണ്. അപ്പം ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബ വെങ്കേരി എന്താണോ നിലപാടെടുത്തത് അതിന് സമാനമായ പ്രവചനങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ റിയോ തത്സുഗി നടത്തുന്നു എന്നാണ് ലോകം വിലയിരുത്തുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ശരിയാകുന്നതെന്ന് വെച്ചാൽ ഇവർ സ്വപ്നം കാണുന്ന കാര്യങ്ങളാണ്. 15 സ്വപ്നം കണ്ടതിൽ 13 ശരിയായി എന്ന് പറയുമ്പോൾ ആളുകൾ പേടിക്കും. കാരണം 2011 സുനാമി, അതുപോലെ തന്നെ ഈ പറയുന്ന ഭൂകമ്പം, ഇതൊക്കെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ജപ്പാനിലുണ്ടാക്കി. ഇപ്പോൾ ഇവർ പറയുന്നത് സ്വാഭാവികമായും ഞാനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. കാരണം നമുക്ക് ഈ സുനാമിയെക്കുറിച്ച് നേരത്തെ അറിയില്ലായിരുന്നു, ഭൂകമ്പ സാധ്യത പെട്ടെന്നുണ്ടായതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ മുൻകരുതൽ ഭരണകൂടത്തിനെടുക്കാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കുന്നു, നടത്തപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന റിയോ തത്സുഗിയെ പിന്തുണയ്ക്കുന്നവരാണെന്നാണ് ജപ്പാൻ ഭരണകൂടത്തിൻ്റെ നിലപാട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തെ ജനങ്ങൾ ഭൂകമ്പത്തെ, സുനാമിയൊക്കെ പേടിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമല്ല. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതിപ്പോൾ ഈ ജപ്പാനിലെ കടലിൽ എന്ന് പറയുമ്പോൾ അത് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇവിടെ സുനാമി ഉണ്ടായപ്പോൾ ഈ കൊല്ലത്ത് അഴീക്കലൊക്കെ വലിയ ദുരന്തമായി ഉണ്ടായപ്പോൾ കന്യാകുമാരിയിലും ഒക്കെ അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കടലായതുകൊണ്ട് ഇന്ന തീരത്ത് വരും എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ കാണാൻ കഴിയും? ഇപ്പോൾ ഇവർ പറയുന്നതാണ്, അതായത് ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഇന്ന സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഭൂകമ്പത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രജ്ഞർ, ഗവേഷകർ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആശങ്ക ഇവിടെ അകറ്റപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ജപ്പാനിലെ നഗരങ്ങൾ ഒന്നാകെ കടലിൽ വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ സമുദ്രങ്ങളൊക്കെ തിളച്ചു മറിയുന്ന ലാവ പോലെ പുറത്തേക്ക് പ്രവഹിക്കും. അത് വലിയ ഭൂകമ്പമാണ്. അപ്പോൾ 2011 ഈ സുനാമി എത്രത്തോളം ശക്തമാണോ അതിൻ്റെ 3 ഇരട്ടി ശക്തി ഇത്തവണത്തെ ഭൂകമ്പത്തിനുണ്ടാകും. അപ്പോൾ ജൂലൈ 5 എന്ന് പറയുന്നത് വളരെ നിർണായകമായ ദിവസമാണ്. അന്ന് രാക്ഷസ തിരമാലകൾ കൊണ്ട് ജപ്പാൻ എന്ന് പറയുന്ന നഗരത്തെ ഏതാണ്ട് തുടച്ചു നീക്കുന്ന രീതിയിലുള്ള പ്രകൃതി ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രായമായ ആളുകളെയും കുട്ടികളെയും ഒക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ജപ്പാൻ ജനത ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനോ പറ്റില്ല. അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അത്തരം ആളുകൾ ചെയ്യുന്നത് ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. പക്ഷേ ഈ സുരക്ഷിതമായ സ്ഥലം എവിടെയാണ്? അതാണ് ജപ്പാൻ ഭരണകൂടം പറയുന്നത്. ഒരു കാരണവശാലും ഭൂകമ്പം മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല, ഇതിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ഓരോ ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്വം കൂടാണ്. അതുകൊണ്ട് തന്നെ ഈ റിയോ തത്സുഗി താൻ കാണുന്ന സ്വപ്നങ്ങൾ, തൻ്റെ മനസ്സിലേക്ക് തോന്നുന്ന ആശയങ്ങളൊക്കെ പുസ്തക രൂപത്തിൽ എഴുതുന്നുണ്ട്. അങ്ങനെയാണ് ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിലൂടെ ഇക്കാര്യം വിവരിക്കുന്നത്. താൻ ആരെയും പേടിപ്പെടുത്താൻ പറയുന്നതല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഫ്യൂച്ചർ ഐസോയിൽ പറയുന്നതനുസരിച്ച് 2025 ജൂലൈ 5 ഇത്തരമൊരു സുനാമി
ഒരു ദുരന്തം ഉണ്ടാവുക ലോകത്തെ ഞെട്ടിക്കുമെന്ന കാര്യം സംശയമില്ല. പക്ഷേ ലോക ജനത ഒന്നാകെ പ്രാർത്ഥിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാകരുത്. ചൈനയിലെ വെള്ളപ്പൊക്കമൊക്കെ മൺസൂണിൻ്റെ ഭാഗമായിട്ടുണ്ടായതാകാം, ഇനിയും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാം. അതുപോലെയുള്ള സ്ഥിതി നിലവിൽ ജപ്പാനിലില്ല. പക്ഷേ 2 ആഴ്ചക്കിടയിൽ തുടർച്ചയായി ഉണ്ടായ ഭൂകമ്പങ്ങൾ, അതും 875 ഉണ്ടായി. ഇത് ഏതാണ്ട് 10 വർഷം മുമ്പ് ഇതുപോലെ 15 ദിവസങ്ങളിൽ ഏതാണ്ട് 375 ഭൂകമ്പങ്ങൾ ജപ്പാനിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആശങ്കപ്പെടുന്നത്. അപ്പം ജപ്പാനിലെ ജനങ്ങൾക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം, അല്ലെ, ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളൊന്നും ഉണ്ടാകരുത്. റിയ തത്സുഗിയുടെ പ്രവചനം അതങ്ങനെ നിന്നോട്ടെ, പക്ഷേ അത് വരാതിരിക്കട്ടെ, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.